ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ ചൂരമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഏകദേശം 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊരു പാൻ വെക്കുക, ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ചതച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 12-13ഓളം ചെറിയ ഉള്ളിയും 6-7 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കൂടില്ലേ, അത് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാവേ. അങ്ങനെ നമ്മളുടെ ഐറ്റംസ് എല്ലാം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 സവാള വേണം. 3 വലിയ സവാള നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൻ്റെ കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള സവോളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് തുടങ്ങുമ്പം നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മളുടെ മീൻ ഒരു സൈഡിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സവാളയും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാൻ നോക്കിയേ, സവാളയുടെ കളർ ചേഞ്ചൊക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സവോള വല്ലാണ്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം അതിന് കനം അധികം ഇല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ 3 സവോളയും ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ മീനും അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി വറുത്തില്ലേ സവോള, അതിൻ്റെ എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ കാഷ്യൂനട്ടും അത് കണക്ക് തന്നെ മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു പിടിയോളം കാഷ്യൂനട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതും മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. ഈ മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് പേസ്റ്റായിട്ട് നമുക്കിത് കിട്ടണം. അതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ കിട്ടണം കേട്ടോ. മല്ലിയിലയും പുതിനയിലയും അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള എണ്ണ നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2.5 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂണോളം നെയ്യും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 3 വലിയ സവാള തന്നെ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ 3 വലിയ സവാള നീളത്തിൽ അധികം കനവില്ലാണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണമില്ലേ അതൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് 3 സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ ഈ മസാലകളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ 3 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളിയുടെ ആ ഒരു കളറ് ചേഞ്ചായിട്ട് വരുമ്പം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇല്ലേ അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ നോക്കി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 2.5 തൊട്ട് 3 സ്പൂൺ വരെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിലാണ് നിങ്ങൾ ഈ 2.5 തൊട്ട് 3 സ്പൂൺ വരെ ഒഴിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രൈയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മളുടെ മസാല ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം നിങ്ങളൊരു 5 മിനിറ്റോളം സ്ലോ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് അരി കഴുകാം. അപ്പോൾ ഇവിടെ 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 1 കിലോ അരിക്ക് നമ്മൾ ചോറ് ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. നിങ്ങളിപ്പോൾ വറ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ അരി എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ ഒരു കലത്തിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. അതുപോലെ വേണം നിങ്ങൾ വെള്ളത്തിലേക്ക് ആ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ ഊറ്റിയാണല്ലോ എടുക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. നമ്മളിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, 1 സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മളിത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിയൊക്കെ നമുക്കൊരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ വെന്ത് കിട്ടണ്ട, ഒരു 1/4 ഭാഗത്തോളം കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ 1/4 ഭാഗം വേവിച്ച് അരി ഊറ്റിയെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാമേ. അപ്പോൾ നമ്മൾ ദം ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി മസാല ഉണ്ടാക്കിയ ഒരു പാനില്ലേ, ആ പാനിലേക്ക് കുറച്ച് മസാലയെല്ലാം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചോറ് നമ്മളിവിടെ ഏകദേശം 2 ലെയറായിട്ടാണ് കേട്ടോ ഇടുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമ്മളിവിടെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് മറ്റേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നെയ്യാണ്. ഇവിടെ നമ്മൾ 1 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് 1 നുള്ള് ഗരം മസാലയും കൂടെ അതിലേക്ക് വിതറിയിടാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീൻ കഷ്ണത്തിൻ്റെ ആ ഒരു ഓയിലില്ലേ, അതും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ചോറിന്. മീൻ വറുക്കാൻ നേരം നമ്മൾ ഉപയോഗിച്ച എണ്ണയില്ലേ, അതിൻ്റെ ബാലൻസ് എണ്ണ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മസാല, ആ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ലാസ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയറും ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്കിത് ദം ചെയ്യാനായിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കുറച്ച് പഴകിയതായിട്ടുള്ള ഒരു പാൻ വെക്കുക, കട്ടിയുള്ള. അതിലേക്ക് നമുക്ക് ദം ചെയ്യാനുള്ള ബിരിയാണിയുടെ ആ ഒരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾ നല്ല പോലെ ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ ആ ചൂടെല്ലാം നന്നായിട്ട് കയറി അരിയൊക്കെ നല്ലതുപോലെ വീണ്ടും നന്നായിട്ട് കുക്കായിട്ട് വരും. കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഫിഷ് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ച് തന്നെ നോക്കണം. ഞാൻ ഒരു വീഡിയോയിലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പിന്നെ വീഡിയോയിലോട് നിങ്ങൾക്ക് കാണുമ്പോൾ ചോറ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും കാണാം. ബൈ ബൈ.